വഹാബികൾ പണ്ട് മുതലേ ഖുർആനെയും ഹദീസിനെയും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് അർത്ഥം വെച്ച് സമൂഹത്തെ പറ്റിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതിൻ്റെ വ്യക്തമായ മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ അവരോടല്ല ദുആ ചെയ്യണത്, ഞാൻ അവരെ ബർക്കത്ത് കൊണ്ട് പഠിച്ചോന്റെ അടുത്താണ് ദുആ ചെയ്യണത് എന്ന് പറയുന്ന കുറെ പേരുണ്ട്. ശ്രദ്ധിച്ചേക്കുക. ഇതന്നെയാണ് ഖുറൈശികളും പറഞ്ഞിരുന്നത്. അവർ ഈ ഐഡൽസിനെ വർഷിപ്പ് ചെയ്യുമ്പോൾ അവർ പറയും, ഞാൻ അവരെ ജസ്റ്റ് യൂസ് ചെയ്യണതാണ് പഠിച്ചോന്റെ അടുത്ത് അടുക്കാൻ വേണ്ടി. എന്നിട്ടും പഠിച്ചോൻ അവരെ മുശ്രിക്ക് എന്ന് വിളിച്ചു. എന്ന് വെച്ചാൽ അവർ ഷിർക്ക് ചെയ്തു തോന്നുന്നു. മാന അബുദുഹും ഇല്ലാലി യുഖരിബൂന എന്ന ആയത്തിന് സഹോദരി തന്നെ അതിൻ്റെ താഴെ വി വേർഷിപ്പ് ദം എന്ന് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ആരാധിക്കുന്നു, ഇതാണ് അതിൻ്റെ അർത്ഥം. ഈ സംഭവത്തെ നമ്മൾ അവരെ യൂസ് ചെയ്യുന്നു എന്ന രീതിയിൽ പച്ചയായ കളവ് പറഞ്ഞ് സമൂഹത്തെ പറ്റിക്കുകയാണ് ഈ സഹോദരിയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മുഫസ്സിറുകളെല്ലാം ഇതിന് പറഞ്ഞിട്ടുള്ളത് മക്ക മുശ്രിക്കുകൾ അവരെ ആരാധിച്ചിരുന്നു എന്നാണ്, ആ ബിംബങ്ങളെ ആരാധിച്ചിരുന്നു എന്നാണ്. ആരാധന എന്ന് പറയുന്നത് എല്ലാം അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വസ്തുവിന് ചെയ്തു തരാൻ കഴിയും എന്ന് വിശ്വസിച്ച് ചെയ്യുന്നതിനാണ് ആരാധന എന്ന് പറയുന്നത്. ആരാധന അവിടെ ആ ബിംബത്തോടാണെങ്കിൽ സുന്നികൾ ഇവിടെ ചെയ്യുന്നത് ഡയറക്റ്റ് അള്ളാഹുവിനോട് തന്നെയാണ്. അള്ളാഹു തആല ഓരോ പ്രവാചകനും അതുപോലെ ഔലിയാക്കൾക്കും കൊടുക്കുന്ന മോചിതത്ത് കറാമത്ത് മുഖേന അവർക്ക് നമ്മെ സഹായിക്കാൻ കഴിയും എന്ന രീതിയിലാണ് നമ്മൾ മഖാമിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത്. അവിടെ പോയി ആ മുമ്പിൽ കിടക്കുന്ന വലിയ അല്ലെങ്കിൽ പ്രവാചകൻ, ഉദാഹരണത്തിന് മമ്പ്രന്തങ്ങളാവട്ടെ, കുണ്ടൂർ ഉസ്താദാകട്ടെ, മൊഹീദ്ദീൻ ഷെയ്ഖ് ആകട്ടെ, അജ്മീർ ഖാജ തങ്ങളാകട്ടെ, ഇവരൊന്നും ദൈവമാണെന്ന് കരുതി ഒരു സുന്നിയും അവിടെ പോകുന്നുമില്ല, ഒരു സുന്നിയും അവിടെ പ്രാർത്ഥിക്കുന്നുമില്ല. അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്ന കഴിവ് മുഖേന നമ്മെ സഹായിക്കുന്നു എന്ന് മാത്രമേ വിശ്വാസമുള്ളൂ. അതായത് വിശ്വാസം ദൈവം അള്ളാഹു തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ മറച്ചുവെച്ച് മുശ്രിക്കുകൾ എന്താണോ അവിടെ ചെയ്തത് അത് തന്നെയാണ് സുന്നികളും ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാനാണ് ഇക്കാലയളവിൽ മുജാഹിദുകൾ ചെയ്തു പോരുന്നത്. അതിനാണ് ഈ ആയത്തിനെയും കളവായി ചിത്രീകരിച്ച് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്. ശിർക്ക് എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞതാണ്. അതിൻ്റെ രേഖയടക്കം അതിൽ കാണിച്ചിട്ടുണ്ട്. മറ്റൊരു വസ്തുവിനെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ ദൈവമായി അംഗീകരിക്കൽ, അതായത് അള്ളാഹുവിനുള്ള എല്ലാം അദ്ദേഹത്തിനുണ്ട് എന്ന് കരുതി എന്ന് വിശ്വസിച്ച് ആരാധന നടത്തലാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഇവിടെ വ്യക്തമാണ്, സുന്നികളാരും മക്ബറയിൽ പോയി അദ്ദേഹം ദൈവമാണെന്നോ അദ്ദേഹത്തിനെല്ലാം ചെയ്തു തരാൻ കഴിയുമെന്നോ വിശ്വസിക്കുന്നില്ല. മറിച്ച് വിശ്വാസം അള്ളാഹുവാണ് തരുന്നത് എന്ന് തന്നെയാണ്. മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത് അങ്ങനെയല്ല. അവരുടെ വിശ്വാസം ഇത് ദൈവമാണ് എന്ന രീതിയിലായിരുന്നു. ഇതാണ് കേരളത്തിലെ സുന്നികളും മക്കയിലെ മുശ്രിക്കുകളും ചെയ്ത് തമ്മിലുള്ള വ്യത്യാസം. ഈ യാഥാർത്ഥ്യത്തെ